ജീവിതത്തിൽ ഒരുപാട് പീഡകൾ സഹിക്കുന്ന വ്യക്തികൾ മനസ്സുരുകിയൊന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകാൻ പോകുകയാണ്. ദൈവസ്നേഹം നിറഞ്ഞവരെ, ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഈ പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതൽ അറിയും മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ ഈ പ്രാർത്ഥനകൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ചാനൽ ലിങ്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപാട് നന്മകൾ നേർന്നുകൊണ്ട് യേശുവിൻ്റെ ഈ പ്രാർത്ഥന നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ വിശ്വാസത്തോടെ അപേക്ഷിക്കുമ്പോൾ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് നിൻ്റെ പുത്രനായ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. എന്നും അങ്ങയുടെ പുത്രൻ്റെ പീഡാസഹനം ഞങ്ങൾ നന്ദിയോടുകൂടി തന്നെ സ്മരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനു വേണ്ടിയാണല്ലോ അങ്ങയുടെ പുത്രൻ ഈ വേദന സഹിച്ചത്. അതിനെ ഓർത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ലോകത്തിനു മുമ്പിൽ സാക്ഷ്യമായി പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനുമായി നിൻ്റെ ജനത്തെ ശക്തിപ്പെടുത്തണമേ. നിൻ്റെ ശുശ്രൂഷകൾ സുവിശേഷം വിശ്വസ്തയോടെ പ്രസംഗിക്കുന്നതിനും നിൻ്റെ വിശുദ്ധ കൂദാശകൾ നടത്തുന്നതിനും വേണ്ടി ഞങ്ങളെ നിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ. നിൻ്റെ നാമം ഏറ്റുപറയുന്ന എല്ലാവരെയും സത്യത്തിൽ ഒന്നിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ സ്നേഹത്തിൽ ഒരുമിച്ച് ജീവിക്കുകയും ലോകമെമ്പാടും നിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുകയും ചെയ്യട്ടെ. സർവശക്തനായ പിതാവേ, ലോകജനതയ്ക്കും അവയെ നയിക്കുന്ന സഭയ്ക്കും പ്രതിസന്ധിയിലായ പുരോഹിതർക്കും എല്ലാവർക്കും വേണ്ടി അങ്ങയുടെ പ്രാർത്ഥന ഉണ്ടാകണമേ. എല്ലാ ദേശങ്ങളിലും അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ജ്ഞാനം നൽകുക. എല്ലാ ജനങ്ങൾക്കും നീതിക്കും സമാധാനത്തിനും വേണ്ടിയും പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കാനും പൊതുനന്മ അന്വേഷിക്കാനും ഭൂമിയുടെ വിഭവങ്ങൾ നീതിയുമായി പങ്കിടാനുള്ള ഇച്ഛാശക്തി നൽകണമേ പിതാവേ. കൃപയുള്ള പിതാവേ, സമ്പത്തില്ലായ്മ മൂലം ബുദ്ധിമുട്ടുകയും തൊഴിലില്ലായ്മ മൂലം ബുദ്ധിമുട്ടുകയും അതുപോലെ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ മൂലം ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന എന്നെയും അതുപോലെ തന്നെ എൻ്റെ അയൽക്കാരെയും സഹോദരങ്ങളെയും അങ്ങയുടെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ യാചിക്കുമ്പോൾ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ജ്ഞാനവും ശക്തിയും കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും നല്ല രീതിയിൽ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമേ. അങ്ങനെ എല്ലാവർക്കും സമാധാനത്തിലും പരസ്പര വിശ്വാസത്തിലും ജീവിക്കുവാനും ഭൂമിയുടെ വിഭവങ്ങൾ നീതിയുമായി പങ്കുവെക്കാനും കഴിയും. എൻ്റെ അയൽക്കാർക്കും സഹോദരങ്ങൾക്കും പൊതുജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും നിസ്വാർത്ഥതയും കാരുണ്യത്തിൻ്റെയും നീതിയുടെയും ഒരു ആത്മാവ് അങ്ങ് നൽകണമേ. കർത്താവേ, നിൻ്റെ കാരുണ്യത്താൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ യഥാസമയം അങ്ങയുടെ നാമത്തിൽ നിറവേറ്റി കൊടുക്കണമേ. ദുഃഖത്തിലോ രോഗത്തിലോ നിരുത്സാഹത്തിലോ മറ്റേതെങ്കിലും
പ്രശ്നത്തിലോ ഉള്ള എല്ലാവരെയും കരുണാമയനായ ദൈവമായ നിൻ്റെ പിതൃതുല്യമായ കരുത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർക്ക് ക്ഷമയും നിൻ്റെ നന്മയിലുള്ള ഉറച്ച വിശ്വാസവും നൽകണമേ. അവരെ പരിപാലിക്കുന്നവരെ സഹായിക്കണമേ. ഞങ്ങളെയെല്ലാം നിൻ്റെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരണമേ. കർത്താവെ, നിൻ്റെ കാരുണ്യത്താൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവരുടെ ജീവിതത്തിനും പ്രവർത്തനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ക്രിസ്തുവിനെ ബഹുമാനിച്ച നിങ്ങളുടെ എല്ലാ ദാസന്മാർക്ക് വേണ്ടിയും നിങ്ങളെ സ്തുതിക്കുന്നു. അവരുടെ മാതൃകയാൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ മുമ്പിലുള്ള ഓട്ടം സ്ഥിര ഉത്സാഹത്തോടെ ഓടാനും നിങ്ങളുടെ രാജ്യത്തെ സന്തോഷത്തിൻ്റെ പൂർണ്ണത അവരുമായി പങ്കിടാനും ഞങ്ങൾക്ക് സാധിക്കും. പിതാവേ, പരിശുദ്ധ ആത്മാവിൻ്റെ ഐക്യത്തിൽ ഇന്നും എന്നേക്കും ഏകദൈവമായ അങ്ങയോടൊപ്പം ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നിത്യസ്നേഹനിധിയായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഉദാരമായി നൽകുന്നവനെ, എല്ലായിടത്തുമുള്ള ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വഴിയിലൂടെ അവരെ നയിക്കാനും സകല ജനതകളുടെയും ഇടയിൽ നിൻ്റെ രക്ഷാശക്തിയെ അറിയിക്കാനും അങ്ങ് ശ്രമിക്കണമേ. ഞങ്ങളുടെ പല ആവശ്യങ്ങളും ഈ സമയത്തൊരു നിമിഷം മൗനമായി യേശുവിനോട് ആവശ്യങ്ങൾ പറയുക. ഈ ഒരു ആവശ്യം നിറവേറ്റുന്നതിനോടുകൂടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൂമിയിലുള്ള നിൻ്റെ സഭയുടെ ക്ഷേമത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നല്ല ആത്മാവിനാൽ അതിനെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ. അങ്ങനെ ക്രിസ്ത്യാനികൾ എന്ന് സ്വയം വിളിക്കുന്ന എല്ലാവരും സത്യത്തിൻ്റെ വഴിയിൽ നയിക്കപ്പെടും. ആത്മാവിൻ്റെ ഐക്യത്തിലും സമാധാനത്തിൻ്റെ ബന്ധത്തിലും ജീവിതത്തിൻ്റെ നീതിയിലും വിശ്വാസം നിലനിർത്തുകയും ചെയ്യട്ടെ. ഇതിനായും ഞങ്ങൾ പ്രത്യേകം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലോ മനസ്സിനാലോ സാഹചര്യങ്ങളായാലോ കഷ്ടപ്പെടുന്നവരെയും ദുഃഖിതരെയും നിൻ്റെ പിതൃതുല്യമായ നന്മയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെ ആശ്വസിപ്പിക്കണമേ. ആമേൻ. ദൈവസ്നേഹം നിറഞ്ഞവരെ, ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.